കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ച് തിരിക്കുകയാണ്. 36-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത് വാക്യം. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. 36-ാം സങ്കീർത്തനം ദാവീദ് എന്ന ദൈവമനുഷ്യന്റെ സങ്കീർത്തന ഭാഗമാണ്. അപ്പൊ ദുഷ്ടന് ഹൃദയത്തിൽ പാപോദേശമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം എന്തെല്ലാം വെറുക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ ഭക്തന്മാരോടുള്ള ദൈവത്തിന്റെ കരുതലുകൾ, അപ്പോൾ തന്നെ ദൈവഭക്തന് ദൈവത്തോടുള്ള ആഗ്രഹം എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഈ 36-ാം സങ്കീർത്തനത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇതിന് നമ്മൾ വായിച്ച വാക്യം 9-ാമത് വാക്യമാണ്. പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ പക്കൽ ജീവന്റെ ഉറവ് ഉണ്ടല്ലോ. സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ പക്കൽ ജീവനുള്ളൂ. സ്തോത്രം. നഷ്ടപ്പെട്ട് കിടന്നിരുന്ന മേഖലകളും ഇല്ലെങ്കിൽ ജീവിക്കത്തില്ല, അല്ലെങ്കിൽ ജീവിക്കാനൊരു സാധ്യതയുമില്ല എന്ന് ചിന്തിച്ച മേഖലകളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് ജീവനോടെ അല്ലെങ്കിൽ ജീവൻ പ്രാപിച്ച മേഖലകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു: സ്തോത്രം, അവന്റെ ശരീരം നിർജീവമായി, സാറായുടെ ഗർഭപാത്രം നിർജീവത്വമായി. എന്നാൽ അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെണ്ണി അവർ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. മാത്രമല്ല, മൃതപ്രായനായിരുന്നിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു എന്നാണ് തിരുവചനത്തിലേക്ക് നമ്മൾ കാണുന്നത്. ഇതെവിടെ നിന്നാണ് വെളിപ്പെടുക? മാനുഷികമായിട്ട് അബ്രഹാമിൻ്റെയും സാറായുടെ ശാരീരിക മേഖലകൾക്കകത്ത് ജീവൻ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ഇനി ഒരു സാധ്യതയുമില്ല. ഇന്നത്തെ രീതിയിൽ പറഞ്ഞ മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ട ഇടം, മാനുഷിക മേഖലകൾ പരാജയപ്പെട്ട ഇടം, ആ ചാപ്റ്റർ ക്ലോസ് ആയി എന്ന് മനുഷ്യനും പിശാചും ഒരുപോലെ വിധി എഴുതിയ മേഖലകൾക്കകത്തു നിന്നാണ് ജീവന്റെ പ്രവൃത്തി, ജീവന്റെ തുടിപ്പ് അവരിലേക്ക് വന്നത്. എന്തുകൊണ്ട്, എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവം അവൻ ജീവന്റെ ഉറവാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഏത് നിർജീവാവസ്ഥയെയും ഇനി ഒരു സാധ്യതയില്ല, ഇനിയൊരു നന്മയില്ല, ഇനിയൊരു വിടുതലില്ല, ഇനിയൊരു ഉദ്ധാരണമില്ല, ഇനിയൊരു ഉയർച്ചയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ ഏതാണെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുകയാണ്. നമ്മുടെ ദൈവമാരാണ് അവൻ ജീവന്റെ ഉറവെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നേ, 37-ാം അധ്യായത്തിലേക്ക് വന്നേ, അവിടെ എഹെസ്കേൽ എന്ന പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. അസ്ഥികൾ നിറഞ്ഞ താഴ്വര അവിടെ കൊണ്ട് നിർത്തി. സ്തോത്രം. എഹെസ്കേലിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ആ ചോദ്യത്തിനകത്ത് എഹെസ്കേൽ എന്താ മറുപടി പറഞ്ഞത്? എനിക്കറിയത്തില്ല, പക്ഷെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ദൈവത്തിന് അറിയാം ഇത് ജീവിക്കുമോ ഇല്ലയോ എന്ന്. മനുഷ്യൻ പറയുന്ന വിധിയല്ല, അത് സഹോദരങ്ങളോ ചുറ്റുപാടുകളോ സുഹൃത്തുക്കളോ അത് സ്തോത്രം ഒക്കെ പറയുന്ന വിധിയല്ല. പകരം ദൈവത്തിന് ആ വിഷയത്തെക്കുറിച്ച് ഒരു ജ്ഞാനമുണ്ടില്ലെങ്കിൽ വിധിയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ പോകരുത്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ കരമെന്ന് പറയുന്നത്, ദൈവത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്. എഹെസ്കേൽ എന്ന ദൈവത്തിന്റെ പ്രവാചകനോട് ദൈവം പറഞ്ഞു: നീ കാറ്റിനെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. അവൻ കാറ്റിനെ നോക്കി പ്രവചിച്ചു. 4 ദിക്കിൽ നിന്ന് കാറ്റടിച്ചു. അസ്ഥിയോട് ചേർന്നു. മാംസങ്ങൾ വെച്ചുപിടിപ്പിക്കപ്പെട്ടു. നാഡീ നരമ്പുകൾ അതിലേക്ക് വന്നു. സ്തോത്രം. അവസാനം പറയുന്നത് അത് ജീവനുള്ള ദേഹിയായ ഒരു വലിയ സൈന്യമായിട്ട് അത് നിൽക്കുവാൻ തക്കവണ്ണം ഇടവന്നു. ഇവിടെയാണ് ജീവന്റെ ഉറവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാണ്? അവൻ ജീവന്റെ അപ്പമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കർത്താവിലേക്ക് നോക്കിയാൽ ഏത് നിർജീവാവസ്ഥയെയും ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. നിർജീവാവസ്ഥകളെ മാറ്റുവാൻ ദൈവം ഇടവരുത്തും. പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഏതെങ്കിലും വിഷയങ്ങളിൽ കർത്താവ്, സാമ്പത്തിക മേഖലകൾ, ആത്മീയ മേഖലകൾ, ശാരീരിക മേഖലകൾ, കുടുംബജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകൾ നിർജീവത്വം ചലിക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവന്റെ ഉറവായ ദൈവത്തിന്റെ കരം ഈ വിഷയങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് അത് ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വിഷയത്തിന്റെ നടുവിൽ ചലിക്കപ്പെടുക സ്വർഗമിടവരുത്തിയാട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.